അദ്ദേഹത്തിനുള്ള പൈസ ഞാൻ കൊടുത്തോളാം, പക്ഷേ ഇനി അത് അവിടെ വർക്ക് ചെയ്യണ്ട എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫെഫ്ക യൂണിയനിൽ ആരും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചു വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മാറ്റവും ഇല്ല, ഞാൻ സിനിമ നിർത്തുകയാണ്, ഞാൻ പ്രസ് മീറ്റ് വിളിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ചെയ്യണ്ട, അത് അദ്ദേഹത്തിന് ഫാമിലി ഉള്ളതാണ്, ഒരു സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ ഇഷ്യൂ ആവും എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്നൊരു ദിവസം അദ്ദേഹം വർക്ക് ചെയ്തോട്ടെ, ഇനി നാളെ മുതൽ ഇവിടെ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു വിട്ടു. ഇതാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണനുമായിട്ട് എൻ്റെ ആദ്യത്തെ എൻകൗണ്ടർ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ ഒരു ശത്രുപക്ഷത്ത് കാണുകയും പിന്നീട് ഏതൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അവിടെ എല്ലാം ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ ഇപ്പം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫെഫ്ക യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ഇതേ വ്യക്തി പിന്നീട് 3 വട്ടം എന്നെ ഇതുപോലെ പബ്ലിക്കായി വെല്ലുവിളിച്ചിട്ടുള്ള ഒരാളാണ്. അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല.